മൂന്നാമതൊരു പിണറായി ഭരണം ഇതാണ് LDF സ്വപ്നം കാണുന്നത്. പക്ഷേ അതിൽ ചില യാഥാർത്ഥ്യങ്ങളുണ്ട്. അതിലേക്കൊന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. അതായത് ഇപ്പോൾ കോൺഗ്രസിൽ കൂട്ടയടിയാണ്. കാരണം KPCC പ്രസിഡന്റിനെ മാറ്റുന്നതിനെ ചൊല്ലി, അല്ലെങ്കിൽ KPCC പ്രസിഡന്റ് സുധാകരൻ തന്നെ തുടരണമെന്നൊരു വിഭാഗം, ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്നുള്ള ആന്റോ ആന്റണിയോ അല്ലെങ്കിൽ സണ്ണി ജോസഫിനെ, റോജി എം ജോണിനെ കൊണ്ടുവരണം, അതുവഴി നഷ്ടപ്പെട്ടു പോയ BJPയിലേക്ക് പോയ വോട്ടുകൾ സമാഹരിക്കാൻ ക്രിസ്ത്യൻ വിഭാഗത്തിലൂടെ ഉള്ളൊരു പ്രസിഡന്റ് വഴി കഴിയുമെന്നൊക്കെയുള്ള രീതിയിൽ അവിടെ വലിയ അടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ അടുത്ത മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടിയിട്ടുള്ള വലിയ അടിയും. അതായത് സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയുമാണ് എല്ലാം തീരുമാനിക്കുന്നത്. KC വേണുഗോപാൽ കൊടുക്കുന്ന ഫീഡാണ് അവർക്ക് കിട്ടുന്നത്. പുള്ളി എന്താണോ കൊടുക്കുന്നത് അതനുസരിച്ചാണ് കാര്യങ്ങൾ നിശ്ചയിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു പ്രതിസന്ധി ഘട്ടമാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു ഭരണവിരുദ്ധ വികാരം ഉണ്ട്. അതോടൊപ്പം തന്നെ UDFന് വിജയിക്കാനുള്ള സാഹചര്യങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ടെങ്കിലും പക്ഷേ പിണറായി വിജയൻ കണക്കൂട്ടുന്നത് മറ്റൊരു ഡീലാണ്. അതായത് ഈ പറയപ്പെടുന്നത് പോലെ ഒരു 65 സീറ്റ് UDFനും ഒരു 65 സീറ്റ് LDFനും ബാക്കിയുള്ള സീറ്റുകൾ BJPയും നേടിയെന്നിരിക്കട്ടെ. സ്വാഭാവികമായും BJP ഒരിക്കലും കോൺഗ്രസിൻ്റെ കൂടെയോ കമ്മ്യൂണിസ്റ്റിൻ്റെ കൂടെയോ അവർ ചേരില്ല. അപ്പോഴാണ് ഒരു തന്ത്രം പിണറായി ആവിഷ്കരിക്കുന്നത്. അതായത് ഇത്തരത്തിൽ ഒരു സാഹചര്യം വന്നാൽ സ്വാഭാവികമായും ലീഗിനെ അടർത്തിക്കൊണ്ടുവരിക. ലീഗിനെ സംബന്ധിച്ചിടത്തോളം 15 മുതൽ 20 സീറ്റുകൾ വരെ ലീഗിനെ സംബന്ധിച്ചിടത്തോളം ലഭിക്കും. അവർക്ക് കൊടുക്കുന്ന സീറ്റുകളെല്ലാം മിക്കവാറും ജയിച്ചു വരികയാണ് പതിവ്. വളരെ കുറച്ച് സീറ്റുകളെങ്ങാനുമാണ്, തുച്ഛമായ വിരലെണ്ണാവുന്ന സീറ്റുകളൊക്കെയാണ് നഷ്ടപ്പെടുക എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ലീഗിനെ സംബന്ധിച്ചിടത്തോളം ലീഗിന് ഇനിയിപ്പോൾ ഈ 10 വർഷത്തോളമായി അധികാരമില്ലാതെ ഇനി അവർക്ക് ഒരു കാരണവശാലും ഒരു നിമിഷം പോലും പിടിച്ചു നിൽക്കാൻ കഴിയില്ല. പ്രത്യേകിച്ച് കുഞ്ഞാലി സാഹിബൊക്കെ ഒരുപാട് കേന്ദ്രത്തിൽ പോയി മത്സരിക്കുകയും, അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അവിടെ പോയി മത്സരിക്കും. കാരണം മോദി മാറി രാഹുൽ ഗാന്ധി അധികാരത്തിലെത്തുമെന്നും അവിടെ ഒരു മന്ത്രിസ്ഥാനം തനിക്ക് കിട്ടുമെന്നും ഒക്കെ പ്രതീക്ഷയോടെയാണ് അദ്ദേഹം പോയി ലോക്സഭയിൽ മത്സരിക്കുന്നത്. അവസാനം ലോക്സഭയിൽ വീണ്ടും മോദി തന്നെ അധികാരത്തിൽ വരുന്നതോടെ കുഞ്ഞാലി സാഹിബ് വീണ്ടും വന്ന് കേരളത്തിൽ മത്സരിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായും അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം UDF അധികാരത്തിൽ വന്നാൽ പോലും ഒരു ഉപമുഖ്യമന്ത്രി സ്ഥാനമൊക്കെ അദ്ദേഹം നോക്കുന്നുണ്ട്. പക്ഷേ UDFൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ വെച്ച് UDFന് ഇപ്പോൾ അധികാരത്തിലെത്താൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യം കൂടി കടന്നു പോവുകയാണ്. അതുകൊണ്ട് തന്നെ BJP ആണെങ്കിലും LDF വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ഇതാണ്. എങ്കിൽ മാത്രമേ അടുത്ത ടേമിലൊക്കെ BJPക്ക് വളർച്ച ഉണ്ടാക്കാൻ കഴിയുള്ളൂ. കാരണം കോൺഗ്രസ് മുക്ത ഭാരതം എന്ന മുദ്രാവാക്യവുമായിട്ടാണ് BJPയുടെ പോക്ക്. സ്വാഭാവികമായും ഈ പറഞ്ഞതുപോലെ ഒരു 60 സീറ്റ് LDFനും അല്ലെങ്കിൽ 65 സീറ്റ് LDFനും ഒരു 65 സീറ്റ് UDFനും വന്നാൽ 130 സീറ്റ്, ബാക്കിയുള്ള 10 സീറ്റുകളിൽ BJPയോ അല്ലെങ്കിൽ മറ്റ് എന്തെങ്കിലും സംഭവിച്ചാൽ സ്വാഭാവികമായും ഈ ഭരിക്കണമെന്നുണ്ടെങ്കിൽ ഒരു 80 സീറ്റ് ഓളം വേണം. 80 വേണ്ട, ഒരു 75 ആയാലും മതി. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ 65 സീറ്റിൻ്റെ കൂടെ ഒരു 10 സീറ്റ് BJP കൂടി വന്നാൽ ഒരുപക്ഷെ ഭരിക്കാം. പക്ഷേ BJP ഒരിക്കലും ഈ 65 സീറ്റുള്ള UDFൻ്റെ കൂടെയോ 65 സീറ്റുള്ള LDFൻ്റെ കൂടെയോ നിൽക്കില്ല. കാരണം LDFുമായിട്ട് ഒരിക്കലും നിൽക്കാൻ പറ്റില്ല. UDFുമായിട്ട് ഇപ്പോൾ ഇന്ത്യ മുന്നണിയും ഒക്കെ ആയിട്ട് വന്നിരിക്കുന്നതുകൊണ്ട് വൈരുദ്ധ്യമാണ്. അതുകൊണ്ട് ഒരിക്കലും അവർക്ക് യോജിച്ചു പോകാൻ കഴിയില്ല. അപ്പോഴാണ് ഈ ലീഗിൻ്റെ പ്രസക്തി വരുന്നത്. അതായത് 65 സീറ്റുള്ള LDFും 65 സീറ്റുള്ള UDFും അങ്ങനെ നിൽക്കുമ്പോൾ സ്വാഭാവികമായും 20 സീറ്റുകൾ ലീഗിൻ്റേതാകാം. 15 മുതൽ 20 സീറ്റുകൾ വരെ. അപ്പോൾ ഈ 65 നിന്ന് ഈ 20 സീറ്റുകൾ UDFിൽ നിന്ന് മാറുമ്പോൾ അത് 45 സീറ്റായി UDF കുറയുന്നു. മറിച്ച് LDFനാകട്ടെ 65 + 20 85, മിനിമം ഒരു 80 പ്രതീക്ഷിക്കാം. ഈ സീറ്റുകൾ വന്നാൽ കുഞ്ഞാലി സാഹിബിനും മുനീറിനും ഇവർക്കൊക്കെ ക്ലെയിം ചെയ്യാൻ കഴിയും, ഞങ്ങളാണ് ഇപ്പോൾ നിങ്ങളെ ഭരിക്കാൻ അനുവദിക്കുന്നത്, അതുകൊണ്ട് ഞങ്ങൾക്ക് ഉപമുഖ്യമന്ത്രി സ്ഥാനം വേണം, ഞങ്ങൾക്ക് ഇത്ര മന്ത്രിസ്ഥാനം വേണം. സ്വാഭാവികമായും പിണറായിയും ഗോവിന്ദനുമൊക്കെ അതിന് സമ്മതം മൂളിയേ പറ്റൂ. കാരണം ഭരിക്കണമല്ലോ. മൂന്നാമതും പിണറായി സർക്കാർ എന്ന് പറയണമെങ്കിൽ, അല്ലെങ്കിൽ അധികാരം ലഭിക്കണമെങ്കിൽ ഇതിന് വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായേ പറ്റൂ. സ്വാഭാവികമായി ഈ പറഞ്ഞതുപോലെ സാധാരണഗതിയിൽ LDF അതിനൊന്നും തയ്യാറാകില്ലെങ്കിലും ഇത്തരം ഒരു ഘട്ടത്തിൽ ലീഗിന് ചോദിക്കുന്നതെല്ലാം കൊടുക്കേണ്ടി വരും. സ്വാഭാവികമായും ഉപമുഖ്യമന്ത്രി കുഞ്ഞാലിക്കുട്ടി, പിന്നെ വിദ്യാഭ്യാസ വകുപ്പ്, വ്യവസായ വകുപ്പ്, അങ്ങനെ 5ഓളം മന്ത്രിസ്ഥാനം, മറ്റ് പദവികൾ, ഇതെല്ലാം ലഭിക്കുമ്പോൾ വീണ്ടും ഒരു തവണ കൂടി LDFന് അധികാരത്തിൽ വരാം. ഈ ഒരു സ്ട്രാറ്റജിയാണ് ഇത്തരത്തിൽ രൂപപ്പെടുത്തുന്നതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള അനൗദ്യോഗിക ചർച്ചകളൊക്കെ
നടന്നു കഴിഞ്ഞു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ഏത് തരത്തിലായിരിക്കും മൂന്നാമതും പിണറായി എന്നുള്ളത് ഇത്തരത്തിലുള്ള ചില സമവാക്യങ്ങളിലൂടെ മാത്രമേ നിലവിലെ സാഹചര്യത്തിൽ വരാൻ കഴിയുള്ളൂ. കാരണം കഴിഞ്ഞ തവണ നിരവധി ഘടകങ്ങളുണ്ടായിരുന്നു. കോവിഡിന് ശേഷം വന്ന തെരഞ്ഞെടുപ്പ് സ്വാഭാവികമായും കിറ്റുകളും അതോടൊപ്പം തന്നെ ഈ പെൻഷനൊക്കെ ഉയർത്തി പെൻഷനൊക്കെ 5 മാസത്തേക്ക് ഒരുമിച്ച് ഇലക്ഷന് മുമ്പ് കൊടുക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ റേഷൻ കടകൾ വഴി കിറ്റുകൾ കൊടുക്കുന്ന സാഹചര്യം. ഇതിൻ്റെയൊക്കെ ഈ ഒരു ഘടകങ്ങളെല്ലാം കൂടി ചേർത്ത് വന്നപ്പോഴാണ് പിണറായി സർക്കാരിന് രണ്ടാമതും അധികാരത്തിൽ വരാൻ കഴിഞ്ഞത്. പിന്നെ രമേശ് ചെന്നിത്തലയെ പോലെ ഒരു പ്രതിപക്ഷ നേതാവായിരുന്നു. അദ്ദേഹത്തിന് വേണ്ടത്ര രീതിയിൽ സർക്കാരിനെതിരായിട്ടുള്ള സമരങ്ങളൊന്നും ശക്തമാക്കാനൊന്നും അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. നിയമസഭയിലടക്കം ഒരു പരാജയത്തിലേക്ക് പോകുന്ന സാഹചര്യം. അതുകൊണ്ട് തന്നെയാണ് രമേശ് ചെന്നിത്തലയെ മാറ്റുന്ന സാഹചര്യവും ഒക്കെ ഉണ്ടായത്. സ്വാഭാവികമായും UDF പോലും ഇപ്പോൾ അധികാരത്തിൽ വരുമെന്നുള്ള ആ പ്രത്യാശ നഷ്ടപ്പെട്ടിരിക്കുന്ന സാഹചര്യം. പ്രത്യേകിച്ച് UDF സംബന്ധിച്ചിടത്തോളം അധികാരത്തെക്കുറിച്ച് അവർ ചിന്തിക്കുന്നില്ല. അവർ ചിന്തിക്കുന്നത് എനിക്ക് മുഖ്യമന്ത്രിയാകണം, എനിക്ക് KPCC പ്രസിഡന്റ് ആകണം എന്ന ചിന്താഗതികളുമായി ജൂനിയറായിട്ടുള്ള യുവ നേതാക്കൾ പോലും മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ അവർ കാൽക്കീഴിലുള്ള മണ്ണ് ഒലിച്ചു പോകുന്ന കാര്യം ഇവർ അറിയുന്നില്ല. കാരണം മുഖ്യമന്ത്രിയാകണമെങ്കിൽ അധികാരം ലഭിക്കണമെങ്കിൽ ഈ അടിയെല്ലാം മാറ്റി ജനങ്ങൾക്ക് വേണ്ടി ഇറങ്ങണം. വോട്ടിനായിട്ടും അതോടൊപ്പം തന്നെ ജനങ്ങളെ സ്വാധീനിക്കുന്ന വിധത്തിലും സർക്കാരിൻ്റെ ഉപദ്രവകരമായ പദ്ധതികൾക്കെതിരെ അല്ലെങ്കിൽ ജനങ്ങളെ ദ്രോഹിക്കുന്ന പദ്ധതികൾക്കെതിരെ ഒക്കെ രംഗത്തിറങ്ങണം. ആശാ വർക്കർമാർക്കടക്കം സമരത്തിലാണ്. അതിനുശേഷം ഈ KV തോമസിനടക്കം യാത്രാപ്പടിയൊക്കെ വർദ്ധിപ്പിച്ചു കൊടുക്കുന്ന ഒരു സർക്കാരാണ്. PSC മെമ്പർമാർക്ക് വലിയ തുക കൊടുക്കുകയാണ്. അങ്ങനെ എല്ലാ വിധത്തിലും മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരെ നിരന്തരം ആരോപണങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. അത് കേസ് നടക്കുന്നു. എക്സാലോജിക്കുമായി ബന്ധപ്പെട്ടുള്ള ഇതെല്ലാം നിലനിൽക്കുന്നു. സ്വാഭാവികമായും ഈ ഒരു അവസ്ഥയിൽ UDF സംബന്ധിച്ചിടത്തോളം അധികാരത്തിൽ വരാൻ എല്ലാ അനുകൂല ഘടകങ്ങളും ഉള്ളപ്പോഴാണ് ഇവർ ഇങ്ങനെ KPCC പ്രസിഡന്റിന് വേണ്ടി അല്ലെങ്കിൽ അടുത്ത മുഖ്യമന്ത്രിക്ക് വേണ്ടി ഇപ്പോഴേ അടിയുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. സുധാകരനെ പരിശോധിച്ചാൽ അദ്ദേഹം കണ്ണൂരിൻ്റെ മണ്ണിൽ നിന്ന് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ വെല്ലുവിളിച്ചുകൊണ്ട് ഉയർന്നു വന്ന നേതാവാണ്. ആർജവത്തോടെ കാര്യങ്ങൾ പറയുന്ന നേതാവാണ്. അതോടൊപ്പം തന്നെ എന്താടാ എന്ന് ചോദിച്ചാൽ എന്താടാ എന്ന് തിരിച്ചു പറയാൻ കഴിവുള്ള, അത്രയും ശേഷിയുള്ള, കാര്യപ്രാപ്തിയുള്ള ഒരു നേതാവാണ്. അദ്ദേഹത്തെ അനാരോഗ്യം പറഞ്ഞ് അദ്ദേഹത്തെ മാറ്റാൻ ശ്രമിക്കുന്നു. അദ്ദേഹം പറയുന്നത് എനിക്ക് പൂർണ്ണ ആരോഗ്യമാണുള്ളത്. അദ്ദേഹം ജിമ്മിൽ പോകുന്ന പടങ്ങൾ സഹിതം പുറത്തു വിടുകയാണ്. സ്വാഭാവികമായി അദ്ദേഹത്തിന് അനാരോഗ്യമില്ല. അദ്ദേഹം പറയുന്നത് എനിക്ക് യാതൊരു ആരോഗ്യ പ്രശ്നങ്ങളുമില്ല. പക്ഷേ ഇദ്ദേഹത്തെ മാറ്റുക എന്നുള്ളത് KC വേണുഗോപാലിൻ്റെയും VD സതീശൻ്റെയൊക്കെ തന്ത്രമാണ്. കാരണം സുധാകരൻ കുറച്ച് നല്ല രീതിയിൽ വന്നാൽ ഈ അവസാനത്തെ ഒരു വർഷം കൂടി സുധാകരൻ വളരെ മികച്ച ഒരു പെർഫോമൻസ് കാഴ്ചവെച്ചാൽ അടുത്ത മുഖ്യമന്ത്രി സ്ഥാനത്തിന് ക്ലെയിം ചെയ്യേണ്ട സാഹചര്യം വരും. സ്വാഭാവികമായും തീർത്തും ഒരു പരിചിതമല്ലാത്ത ഒരു KPCC പ്രസിഡന്റിനെ കൊണ്ടുവന്ന്, അതാണ് ആൻ്റണി അല്ലെങ്കിൽ സണ്ണി ജോസഫ് അല്ലെങ്കിൽ റോജി M ജോണിലേക്ക് എത്തുന്നത്. മുരളീധരൻ പറഞ്ഞതുപോലെ മിനിമം ഒരു പടം കാണിച്ചാലെങ്കിലും അറിയാവുന്ന ഒരാളെ കൊണ്ടുവന്ന് വെക്കണമെന്നാണ് മുരളീധരൻ പറഞ്ഞത്. കൃത്യമായ അഭിപ്രായമാണ്. KPCC പ്രസിഡന്റ് എന്ന് പറഞ്ഞ ഒരാളുടെ ഫോട്ടോ കാണിക്കുമ്പോൾ ഇത് ആരാന്ന് ചോദിച്ചിട്ട് കാര്യമില്ലല്ലോ. ജനങ്ങൾ അറിഞ്ഞിരിക്കുന്ന ഒരു നേതാവിനെ കൊണ്ടുവരണം. അങ്ങനെ ഒരാളിനെ കൊണ്ടുവന്നാൽ സ്വാഭാവികമായി അടുത്ത മുഖ്യമന്ത്രിക്ക് ആയിട്ട് അയാൾ വരേണ്ടി വരും. അപ്പോൾ KC വേണുഗോപാൽ തയ്പ്പിച്ചു വെച്ചിരിക്കുന്ന ഉടുപ്പ് വെറുതെയാവും. അതോടൊപ്പം തന്നെ VD സതീശനും രമേശ് ചെന്നിത്തലയും തയ്പ്പിച്ചു വെച്ചിരിക്കുന്ന ഉടുപ്പുകൾ വെറുതെയാവും. അതുകൊണ്ട് ഇവർക്ക് മുഖ്യമന്ത്രിയാകാൻ വേണ്ടി ഒരു റബ്ബർ സ്റ്റാമ്പിനെ കൊണ്ടുവന്ന് കേന്ദ്രത്തിൽ മല്ലികാർജുൻ ഖാർഗെ ഏത് തരത്തിലാണോ വെച്ചിരിക്കുന്നത് അതുപോലെ റബ്ബർ സ്റ്റാമ്പിനെ കൊണ്ടുവന്ന് ഇവിടുത്തെ KPCC പ്രസിഡന്റ് ആക്കിയാൽ KC വേണുഗോപാലിന് ഒരു വിമാനത്തിൽ വന്നിറങ്ങി മുഖ്യമന്ത്രിയാകാം എന്നുള്ള ഒരു പ്രതീക്ഷയുണ്ട്. അതാണ് പാർട്ടി നശിച്ചാലും വേണ്ടിയില്ല തനിക്ക് മുഖ്യമന്ത്രി ആകണം എന്ന ഒരു ചിന്താഗതിയുമായി മുന്നോട്ട് പോകാനുള്ള കാരണം.